എല്ലാവർക്കും സൈറ ലേണിംഗ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവോൺമെന്റ് എന്ന യൂണിറ്റിലെ സ്റ്റോക്ക്ഹോം കൺവെൻഷനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കറിയാം, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവോൺമെന്റ് എന്ന യൂണിറ്റ് UGC നെറ്റ് ജനറൽ പേപ്പർ സിലബസിലെ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സയന്റിഫിക് ടേംസ്, ഒരുപാട് റെസൊല്യൂഷൻസ്, ഒരുപാട് കൺവെൻഷൻസ്, ഒരുപാട് കെമിക്കൽ നെയിംസ് ഒക്കെ പഠിക്കേണ്ടി വരുന്ന ഒരു വൈഡ് ഏരിയ അല്ലെങ്കിൽ ഒരു വൈഡ് ടോപ്പിക് ആണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവോൺമെന്റ് എന്നുള്ളത്. ഈ ഒരു പാഠഭാഗത്ത് എൻവോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി സ്റ്റോക്ക്ഹോം കൺവെൻഷൻ പോലെയുള്ള ചില കൺവെൻഷൻസ് പല കാലങ്ങളിലായി നടന്നിട്ടുണ്ട്. എൻവോൺമെന്റൽ ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഇത്തരം കൺവെൻഷൻസ് എല്ലായ്പ്പോഴും നെറ്റ് പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു വിഷയമേഖലയാണ്. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓർ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നീ വിധത്തിലൊക്കെ ഈ കൺവെൻഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാ തവണയും ഒന്നെങ്കിലും പ്രത്യക്ഷപ്പെടാറുണ്ട്. അത്തരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺവെൻഷനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ പാഠഭാഗത്ത് അപ്രകാരം കുറേയധികം കൺവെൻഷൻസ് ഉണ്ട് എങ്കിലും അതിന്റെ ഏറ്റവും ഫസ്റ്റ് കൺവെൻഷൻ ആയി പറയപ്പെടുന്ന സ്റ്റോക്ക്ഹോം കൺവെൻഷനെ ഡീറ്റെയിൽഡ് ആയി പരിചയപ്പെടുകയും സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ ചില സ്പെഷ്യാലിറ്റീസും ക്യാരക്ടറിസ്റ്റിക്സും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കൂടി ചർച്ച ചെയ്യുന്നത്. എൻവോൺമെന്റൽ റിലേറ്റഡ് ആയി അല്ലെങ്കിൽ എൻവോൺമെന്റൽ റിലേറ്റഡ് ആയി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില ടേംസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആന്ത്രോപോജനിക് ആക്ടിവിറ്റി എന്നുള്ളത്. ആന്ത്രോപോജനിക് ആക്ടിവിറ്റി എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് കടക്കാം. മനുഷ്യർ പ്രകൃതിയിൽ ഇടപെടുന്നതിനെയാണ് ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. മനുഷ്യർ പല രീതിയിൽ പ്രകൃതിയിൽ ഇടപെടാറുണ്ട് അല്ലെ, എൻവോൺമെന്റിനെ പല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഹ്യൂമൻസ് ആർ എ സോഷ്യൽ ആനിമൽ എന്നാണ് പറയുക അല്ലെ. മനുഷ്യർ ഒരു സോഷ്യൽ ആനിമൽസ് ആണ്. അതുകൊണ്ട് തന്നെ സാമൂഹികമായ ഇടപെടലുകൾ സാധ്യമാക്കുക വളരെ പ്രധാനമാണ്. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നതും അപ്രകാരമുള്ള, അതായത് മനുഷ്യർ, ഡെവലപ്മെന്റ്, വികസനം ആൻഡ് എൻവോൺമെന്റ്, പരിസ്ഥിതിയിലൂടെയുള്ള മനുഷ്യരുടെ വികസനം എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത്. അത്തരത്തിൽ പഠനവിധേയമാക്കുമ്പോൾ ആന്ത്രോപോജനിക് ആക്ടിവിറ്റി എന്നൊരു ടേമിനെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് പലപ്പോഴും രൂക്ഷമാകുമ്പോഴാണ്, അല്ലെങ്കിൽ അതൊരു ഹസാർഡസ് ലെവലിലേക്ക് മാറുമ്പോഴാണ് നമുക്ക് പൊല്യൂഷൻസ്, ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്ട് പോലെയുള്ള ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുന്നത്. അത് മനുഷ്യരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. മനുഷ്യരെ മാത്രമല്ല, എൻവോൺമെന്റൽ കണ്ടീഷനെ മൊത്തത്തിൽ വേഴ്സ്റ്റ് ആയിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇത്തരം ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ടാണ് പലതരത്തിലുള്ള കൺവെൻഷൻസും അവയെ നിയന്ത്രിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പലതരത്തിലുള്ള കൺവെൻഷൻസും നടന്നിട്ടുള്ളത്. അത്തരത്തിൽ വേൾഡ് വൈഡായി നടന്നിട്ടുള്ള ആദ്യത്തെ കൺവെൻഷനാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. അപ്പോൾ സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു അധ്യായത്തിൽ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസും ഇത് തന്നെയാണ്. എന്താണ്? മനുഷ്യർ ഡെവലപ്മെന്റിനു വേണ്ടി പ്രകൃതിയെ ആശ്രയിക്കുമ്പോൾ അത് വേഴ്സ്റ്റ് കണ്ടീഷനിലേക്ക് നയിക്കുകയും മനുഷ്യരുടെയും, അതായത് പീപ്പിളിന്റെയും എൻവോൺമെന്റിന്റെയും റിയാക്ഷൻ ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് എപ്രകാരമാണ് എന്ന് നോക്കി അവയെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ആദ്യത്തെ കൺവെൻഷൻ എന്നുള്ള നിലയ്ക്കാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ പ്രധാനമായിട്ടുള്ളത്. സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ ബേസിക് ഡീറ്റെയിൽസ് മറന്നു പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്? UN's ഫസ്റ്റ് മേജർ കോൺഫറൻസ് ഓൺ ഇന്റർനാഷണൽ എൻവോൺമെന്റൽ ഇഷ്യൂസ്.
യുണൈറ്റഡ് നേഷന്റെ കീഴിൽ, ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ നടന്നിട്ടുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യുന്ന ആദ്യത്തെ മേജർ കോൺഫറൻസ് ആണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. യുഎന്നിന്റെ കീഴിൽ നടന്നിട്ടുള്ള ആദ്യത്തെ മേജർ കോൺഫറൻസ് ആണ്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി യുഎന്നിന്റെ കീഴിൽ നടന്നിട്ടുള്ള ആദ്യത്തെ മേജർ കോൺഫറൻസ് ആണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. ഈ കൺവെൻഷന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത്, പലപ്പോഴും ഈ ഒരു അധ്യായത്തിൽ നിങ്ങൾക്ക് കുറേയധികം കൺവെൻഷൻസ് പഠിക്കാനുണ്ടായിരിക്കും. ആ കൺവെൻഷൻസിന്റെ പേരുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് എവിടെയാണ് നടന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ കൺവെൻഷൻസിന്റെ പേര് പലപ്പോഴും പറയാറുള്ളത്. പാരീസ് എഗ്രിമെന്റ്, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ, അതേപോലെ തന്നെ ക്യോട്ടോ പ്രോട്ടോകോൾ, ഇതൊക്കെ ഓരോ പ്ലേസസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷെ ഇവയുടെ ഒഫീഷ്യൽ നെയിംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഹാൻഡിൽ ചെയ്യുന്ന വിഷയത്തെ മുൻനിർത്തി ആണ് ഇത്തരത്തിലുള്ള കൺവെൻഷൻസിന്റെ പ്രധാനപ്പെട്ട നെയിമുകൾ ഉള്ളത്. ഇവ അറിഞ്ഞിരിക്കണം, അത്യാവശ്യമാണ്. അത്തരത്തിൽ സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ദി ഹ്യൂമൻ എൻവയോൺമെന്റ് എന്നുള്ളതാണ്. ഓർക്കുക, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ദി ഹ്യൂമൻ എൻവയോൺമെന്റ് എന്നുള്ളതാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. ഈ ഒരു പേരിൽ തന്നെ എന്തിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺവെൻഷൻ നടന്നിട്ടുള്ളത് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്, അല്ലെ? യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ദി ഹ്യൂമൻ എൻവയോൺമെന്റ് എന്ന ആ ഒരു ടൈറ്റിലിൽ തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച 2 പോയിന്റുകളുണ്ട്. എന്തൊക്കെയാണ്? യുഎന്നിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ആൻഡ് മേജർ കോൺഫറൻസ് ആണ്. എന്തിനെ റിലേറ്റഡ് ആയിട്ടാണ്? ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻ ഓർ ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നടന്നിട്ടുള്ളത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള സ്റ്റോക്ക്ഹോം കൺവെൻഷനെ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു, അല്ലെ? എവിടെയാണ് ഇത് നടന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്റ്റോക്ക്ഹോം എന്നറിയപ്പെടുന്ന, അതായത് സ്വീഡനിലെ ഒരു പ്ലേസ് ആണ് സ്റ്റോക്ക്ഹോം. സ്വീഡനിലെ സ്റ്റോക്ക്ഹോം എന്ന സ്ഥലത്ത് 1972 ജൂൺ 5 to 16 ഈ ദിവസങ്ങളിലാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നടന്നിട്ടുള്ളത്. വളരെ ഈ ഒരു ഡേറ്റുകളൊക്കെ ഓർത്തു വെക്കണം. കൺവെൻഷൻസ് പലപ്പോഴും മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് നെറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൺവെൻഷൻ ഇയേഴ്സ്, അതേപോലെ തന്നെ പ്ലേസസ്, അതിന്റെ പർപ്പസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒഫീഷ്യൽ നെയിം എന്തിനെ റിലേറ്റഡ് ആയിട്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ആയി ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നടന്നിട്ടുള്ളത് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലാണ്. എന്നായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്? 1972 ജൂൺ 5 മുതൽ 16 വരെയാണ്. അപ്പൊ ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ജൂൺ 5 എന്ന് പറയുന്ന ദിവസം, അല്ലെ? ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ 5 എന്നുള്ളത്. നമുക്കത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ബേസിക് കാര്യമാണ്. ആ ഒരു ദിവസം മുതൽ പിന്നീട് ഒരു 16 വരെ 11 ദിവസങ്ങളിലായിട്ടാണ് 1972 സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നടന്നിട്ടുള്ളത് എന്ന് ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്, അല്ലെ? ഇതിനെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് സ്വീഡൻ ആണ്. UN സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള 1972 ആ ഒരു കാലയളവിൽ UN സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള യു താൻഡ്, അതോടൊപ്പം തന്നെ സ്വീഡനിലെ കനേഡിയൻ ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള സെക്രട്ടറി ജനറൽ ഓഫ് ദി കോൺഫറൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മോറിസ് സ്ട്രോങ്. ഇവര് രണ്ടുപേരുമാണ് ഈ ഒരു സ്റ്റോക്ക്ഹോം കൺവെൻഷനെ ലീഡ് ചെയ്തിട്ടുള്ളത്. ആരൊക്കെയാണ്? അക്കാലത്തെ UN സെക്രട്ടറി ജനറൽ ആയിട്ടുണ്ടായിരുന്ന യു താൻഡും അതേപോലെ തന്നെ കനേഡിയൻ ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള മോറിസ് സ്ട്രോങ്ങുമാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷനെ ലീഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഈ ഒരു സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നടക്കണമെന്നുള്ള അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, അല്ലെ? യുണൈറ്റഡ് നേഷൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കോൺഫറൻസ്, എക്കോസോക് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. യുണൈറ്റഡ് നേഷൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ഓർത്തു വെക്കുക, യുണൈറ്റഡ് നേഷൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ 1968 സ്വീഡൻ ആണ് ഇത്തരത്തിലൊരു ആവശ്യം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. അതായത് UN ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഓൺ എൻവയോൺമെന്റ്,
അതായത് മനുഷ്യർക്ക് പ്രകൃതിയുമായിട്ടുണ്ടാകുന്ന ഇടപെടലുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി UN ഒരു മേജർ കോൺഫറൻസ് നടത്തണം, അല്ലെങ്കിൽ അതിലൊരു ശ്രദ്ധ കൊടുക്കണം എന്നുള്ള ആവശ്യം ആദ്യമായി സ്വീഡനാണ് എക്കോസോക്, യുണൈറ്റഡ് നേഷൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൽ പറയുന്നത്. ഈ ഒരു ഐഡിയനെ 1346 ആളുകളുടെ സഹകരണത്തോടെ അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ വോട്ടോട് കൂടി UN ജനറൽ അസംബ്ലി ഈ ഒരു റെസൊല്യൂഷൻ പാസ്സാവുകയും 1969 ഈ റെസൊല്യൂഷൻ പാസ്സായി. 68 ഇത്തരമൊരു പദ്ധതി വേണം എന്നുള്ള ഒരു ആലോചന സ്വീഡൻ ആദ്യമായി അവതരിപ്പിക്കുന്നത്. 69 UN ജനറൽ അസംബ്ലി ഈ ഒരു റെസൊല്യൂഷനെ പാസ്സാക്കുകയും 72 ഇത്തരത്തിലുള്ള ഒരു കോൺഫറൻസ് നടത്താം എന്നുള്ളതുമായി ഒരു ഓർഡർ പുറപ്പെടുവിക്കുകയും അതിനനുസരിച്ച് 1972 സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നടക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കൺവെൻഷന്റെ റിസൾട്ട് ആയിട്ട് പറയുന്നത് 26 പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ദ മീറ്റിംഗ് എഗ്രീഡ് അപ്പോൺ എ ഡിക്ലറേഷൻ കണ്ടെയ്നിങ് 26 പ്രിൻസിപ്പിൾസ് കൺസേണിംഗ് ദി എൻവോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. എന്തിനെ കൺസേൺ ചെയ്തിട്ടാണ് 26 പ്രിൻസിപ്പിൾ സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ വന്നിട്ടുള്ളത്? നമ്മളുടെ എൻവോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. അതായത് മനുഷ്യർക്ക് വികസനം വേണം. വികസനം എവിടെ നിന്നാണ്? മനുഷ്യർ പരിസ്ഥിതിയിൽ നിന്ന് വികസനത്തെ സ്വായത്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 26 പ്രിൻസിപ്പിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ആക്ഷൻ പ്ലാൻ, അതിൽ 109 റെക്കമെൻഡേഷൻ ഉണ്ട്. ആൻ ആക്ഷൻ പ്ലാൻ വിത്ത് 109 റെക്കമെൻഡേഷൻ ആൻഡ് റെസൊല്യൂഷൻ എന്നാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ റിസൾട്ട് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ 26 പ്രിൻസിപ്പിൾ ആൻഡ് ആക്ഷൻ പ്ലാൻ വിത്ത് 109 റെക്കമെൻഡേഷൻ ആൻഡ് റെസൊല്യൂഷൻ സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ റെസൊല്യൂഷൻ റിപ്പോർട്ടിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളവയാണ്. ഇത്രയും പ്രിൻസിപ്പിൾസും മറ്റു കാര്യങ്ങളും ഓർത്തു വെക്കേണ്ടതാണ്. സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്, എന്തിനാണ് ഈ ഒരു സമ്മേളനം നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് ലോകവ്യാപകമായി ലോകരാജ്യങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒബ്ജക്റ്റീവ് ആണ് പറഞ്ഞിട്ടുള്ളത്. ക്രിയേറ്റ് എ ബേസിസ് ഫോർ comprehensive consideration within the United Nations of the problem of the human environment and to focus the attention of governments and public opinion in various countries on the importance of the problem. നമ്മളിവിടെ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഹ്യൂമൻ എൻവയോൺമെന്റൽ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയി ലോകമെമ്പാടും പലതരത്തിലുള്ള പ്രശ്നങ്ങളും മറ്റും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ UN-ന്റെ നേതൃത്വത്തിൽ ഒന്ന് മോണിറ്റർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഗവൺമെന്റ് ഓർ പബ്ലിക് ഇഷ്യൂസ് അഡ്രസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൺവെൻഷൻ 1972 നടന്നിട്ടുള്ളത്. ആൻഡ് ദിസ് കൺവെൻഷൻ introduces the connection between ecological management and poverty alleviation. നമ്മൾ SDG അല്ലെങ്കിൽ MDG പഠിച്ചപ്പോൾ, അതായത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും പഠിച്ച ഒരു സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് പോവർട്ടി അലിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? പോവർട്ടി ഇറാഡിക്കേഷൻ നടത്തിയാൽ മാത്രമേ നമ്മൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായി വികസിക്കുകയുള്ളൂ. അതിന് ഒരു എക്കോളജിക്കൽ മാനേജ്മെന്റ് വേണം. അപ്പോൾ ഡെവലപ്മെന്റിനെയും എക്കോളജി പരിസ്ഥിതിയെയും തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന മേജർ കോൺഫറൻസ് കൂടിയായി സ്റ്റോക്ക്ഹോം കൺവെൻഷൻ മാറുന്നുണ്ട് എന്ന് ഓർക്കുക. As a result of Stockholm Convention, some institutions are established, that is UNEP, CITES, etc. UNEP പോലെയുള്ള, അതായത് യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാം പോലെയുള്ള, UNEP വളരെ പ്രധാനപ്പെട്ടതാണ്. യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാം, സൈറ്റ്സ് നമ്മളിത് ഡിസ്കസ് ചെയ്യും. സൈറ്റ്സ് പോലെയുള്ള ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് ഈ ഒരു കൺവെൻഷൻ ആണ് സാധ്യമായിട്ടുള്ളത്. അതിനെ തുടർന്ന് നടന്നിട്ടുള്ള, അതായത് UNFCCയുടെയും മറ്റ് പരിസ്ഥിതി കൺവെൻഷൻസും ഒക്കെ ഫസ്റ്റ് മദർ ഓഫ് ദി എക്കോളജിക്കൽ കൺവെൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക്ഹോം കൺവെൻഷനെ പറയാൻ സാധിക്കും. അപ്പൊ എല്ലാത്തിന്റെയും സ്റ്റാർട്ടിങ് ആയിട്ടുള്ള എല്ലാ എൻവയോൺമെന്റൽ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കൺവെൻഷൻസിന്റെയും ഒക്കെ തുടക്കം എന്ന് പറയുന്നത് സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ നിന്നായിരുന്നു എന്ന് ഓർക്കുക. അപ്പൊ പ്രധാനപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ റിലേറ്റഡ് ആയിട്ട് ഓർക്കേണ്ടത്? ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് പറയാണ്. 1972
സ്റ്റോക്ക്ഹോം, സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്ന കൺവെൻഷനാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്നുള്ളത്. ഒഫീഷ്യൽ നെയിം യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ദി ഹ്യൂമൻ എൻവോൺമെന്റ് എന്നുള്ളതാണ്. ഇതായിരുന്നു ഇന്റർനാഷണൽ എൻവോൺമെന്റൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്ന യുഎന്നിന്റെ ഫസ്റ്റ് മേജർ കോൺഫറൻസ് ആയിട്ടുണ്ടായിരുന്നത്. 26 പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. 109 റെക്കമെൻഡേഷൻ ഉള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരുന്നു ആൻഡ് റെസൊല്യൂഷൻ. ഇവയായിരുന്നു സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ മീറ്റിംഗിന് ആഫ്റ്റർ ആയിട്ട് രൂപം കൊടുത്തിട്ടുള്ളത്. ഇതിൽ മെയിനായി ഇക്കോളജിക്കൽ മാനേജ്മെന്റിനെയും പോവർട്ടി എലിവേഷനെയും ആയിരുന്നു കൺക്ലൂഡ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. UNEP സൈറ്റ്സ് പോലെയുള്ള പ്രോഗ്രാംസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനും മറ്റ് കൺവെൻഷൻസിനും ഒക്കെ ഒരു മാതൃകയാവാൻ സ്റ്റോക്ക്ഹോം കൺവെൻഷന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നടന്നിട്ടുള്ള ഇന്റർനാഷണൽ മേജർ കോൺഫറൻസ് ആണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്നും ഓർത്തു വെക്കാം. നെക്സ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റോക്ക്ഹോം കൺവെൻഷന് 26 പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു എന്ന്. ഈ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റോക്ക്ഹോം കൺവെൻഷൻസ് ആർ നോൺ ആസ് മാഗ്ന കാർട്ട ഓഫ് ദി ഹ്യൂമൻ എൻവോൺമെന്റ്. അപ്പം നമ്മളുടെ ഹ്യൂമൻ എൻവോൺമെന്റിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന സ്റ്റോക്ക്ഹോം ഡിക്ലറേഷനിൽ വന്നിട്ടുള്ള 26 പ്രിൻസിപ്പിൾസ് ആണ്. നേരത്തെ ഞാൻ ഇവയുടെ എണ്ണം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 26 പ്രിൻസിപ്പിൾസ് ആണ്. ഇതനുസരിച്ചാണ് ഇന്റർനാഷണൽ എൻവോൺമെന്റൽ പോളിസീസിനെ ഒക്കെ അഡ്രസ് ചെയ്യുന്ന ഒരു ടേണിംഗ് പോയിന്റ് ലോകവ്യാപകമായി ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ പ്രിൻസിപ്പിൾസ് ഒന്ന് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് നോക്കാം. ഇവയെ മാഗ്ന കാർട്ട ഓഫ് ദി ഹ്യൂമൻ എൻവോൺമെന്റ് എന്നാണ് അറിയപ്പെടുന്നത് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, സോ ഫസ്റ്റ് principle is man has the fundamental right to use and enjoy nature. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ, എന്താണ്? Man has the fundamental right to use and enjoy nature. മനുഷ്യർക്ക് പ്രകൃതിയെ ഉപയോഗിക്കാനും അതേപോലെ തന്നെ അവയെ ആസ്വദിക്കാനുമുള്ള പ്രിൻസിപ്പിൾ ഉണ്ട് എന്നുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതിനെ ആർട്ടിക്കിൾ 21 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ദ റൈറ്റ് ടു എൻജോയ് നേച്ചർ ഈസ് നോട്ട് അൺഫെറ്റഡ്, ഇറ്റ് ഈസ് കോ എക്സ്റ്റെൻസീവ് വിത്ത് ദി ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ഇറ്റ്. എൻജോയ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് പരസ്പര ബന്ധിതമാണ് എന്ന് ആർട്ടിക്കിൾ 21 ഉൾപ്പെടുത്തി. അതായത് ആർട്ടിക്കിൾ 21 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ സേഫ് ഗാർഡ് ദി ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ദി ഹെൽത്തി എൻവോൺമെന്റ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആർട്ടിക്കിൾ 21 റിലേറ്റഡ് ആണ്. യുഎന്നിന്റെ ആർട്ടിക്കിൾ ആണ്. UN ആർട്ടിക്കിൾ 21 റിലേറ്റഡ് ആണ്. ഇവിടെ പറയുന്ന കാര്യം, മെൻഷൻ ചെയ്യുന്ന കാര്യം എന്താണ്? Man has the fundamental right to use and enjoy nature. Enjoy nature, the right to enjoy nature is not unfettered, it is coextensive with the duty to protect it. Enjoy ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അവയെ പ്രൊട്ടക്ട് ചെയ്യാനുമുള്ള റൈറ്റും ഉണ്ട് എന്ന് ഓർക്കുക എന്ന് ഫസ്റ്റ് പ്രിൻസിപ്പിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രിൻസിപ്പിൾസ് ആണ്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് 13, 14 എന്നിവ. ഇതിൽ പ്രിൻസിപ്പിൾ 2 എന്ന് പറയുന്നുണ്ട്. അതായത് ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് നാച്ചുറൽ റിസോഴ്സ് ആണ്. നമുക്കറിയാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ റിസോഴ്സ് മസ്റ്റ് ബി സേഫ് ഗാർഡഡ്. നമുക്കറിയാം എന്താണ്, നാച്ചുറൽ റിസോഴ്സിന് ലിമിറ്റ് ഉണ്ട്. ഈ ലിമിറ്റ് വെച്ച് നമ്മൾ അവയെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള റിസോഴ്സുകളെ സേഫായി പ്രിസർവ് ചെയ്യണം എന്നുള്ളതാണ് നാച്ചുറൽ റിസോഴ്സ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. തേർഡ് പ്രിൻസിപ്പിൾ ഈസ് ദ എർത്ത്സ് കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് റിന്യൂവബിൾ റിസോഴ്സസ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ്. അതായത് അവർ ഡ്യൂട്ടി ടു പ്രിസർവ് റിന്യൂവബിൾ റിസോഴ്സസ്. നമുക്കറിയാം എന്തൊക്കെയാണ് റിന്യൂവബിൾ റിസോഴ്സിനെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് എർത്തിന്റെ ആ ഒരു കപ്പാസിറ്റിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിന്റെ എല്ലാം പ്രിസർവേഷൻ ആണ് അല്ലെ, പ്രിസർവേഷൻ, അതിന്റെ ആ ഒരു പ്രിസർവേറ്റഡ് ഐഡിയ ആണ് ഇവിടെയെല്ലാം മെൻഷൻ ചെയ്യുന്നത്. ഫോർത്ത് പ്രിൻസിപ്പിൾ ഈസ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ റിലേറ്റഡ് ആയിട്ടാണ്. എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഡേഞ്ചറിങ് വൈൽഡ് ലൈഫ്. ഹ്യൂമൻ ആർ ഓൾസോ ഹാവ് സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോർ പ്രൊട്ടക്ടിങ് വൈൽഡ് ലൈഫ് എന്നുള്ളതാണ് നാലാമത്തെ പ്രിൻസിപ്പിൾ ആയി പറഞ്ഞിട്ടുള്ളത്. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ ഡ്യൂട്ടി ടു പ്രിസർവ്
non-renewable resource. Non-renewable resources are exhaustible. They are valuable resources. Exercising care and caution is necessary to prevent them from depletion. ഡിപ്ലീറ്റഡ് ആവാതെ ഈ നോൺ റിന്യൂവബിൾ സോഴ്സിനെ നമ്മൾ ഷെയർ ചെയ്യുകയും അതോടൊപ്പം നോട്ട് എക്സോസ്റ്റഡ് ആവാതെയും അതിനെ കൺസർവ് ചെയ്യണം, പ്രിസർവ് ചെയ്യണം എന്നുള്ളതാണ് അഞ്ചാമത്തെ പ്രിൻസിപ്പിളിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ സിക്സ്ത് പ്രിൻസിപ്പിൾ ആണ്. അതായത് ഇവിടെയൊക്കെ 6th 7th and 8th and 18 6, 7, 8, 18 എന്നീ പ്രിൻസിപ്പിളുകൾ നമ്മളുടെ പ്രിവെന്റീവ് ആക്ഷൻസിനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയെല്ലാം ഞാൻ പറഞ്ഞു, ഒന്നാമത്തേത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെയാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, രണ്ടാമതിലേക്ക് വരുമ്പോൾ എന്താണ് പ്രിവെന്റീവ് ആക്ഷൻ, രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് എന്തൊക്കെയാണ് അനിവാര്യം എന്നുള്ളതാണ്. 2, 3, 4, 5 എന്നിവ. 6, 7, 8 എന്നിവ വരുമ്പോൾ എന്താണ് നമ്മളുടെ ആക്ഷൻ പ്ലാൻസിനെ അല്ലെ പ്രിവെന്റീവ് ആക്ഷൻസിനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ് ഇവിടെ പ്രിവെന്റീവ് ആക്ഷൻസ് ആയിട്ട് പറയുന്നത്? മാനേജ്മെന്റ് ഓഫ് പൊല്യൂഷൻ. Pollution is harmful to environment. Discharging toxins and other substances in large quantities are harmful to the ecosystem. Both the citizens and the state should play an active role in reducing and dumping of harmful substances. പൊല്യൂഷനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. അതായത് എൻവയോൺമെന്റൽ ക്ലീനിങ്ങിന് പൊല്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊല്യൂഷനെ നിയന്ത്രിക്കുക എന്നുള്ളത്, പൊല്യൂഷൻ കൺട്രോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് പൊല്യൂഷനെ മാനേജ്മെന്റ് ചെയ്യണം. അതിന് ആളുകളും ജനങ്ങളും അതേപോലെ തന്നെ സ്റ്റേറ്റ്സും നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ആറാമത്തെ പ്രിൻസിപ്പിളായി പറഞ്ഞിട്ടുള്ളത്. ഏഴാമത്തെ പ്രിൻസിപ്പിൾ ഡാമേജിങ് ഓഷ്യനിക് പൊല്യൂഷൻ മസ്റ്റ് ബി പ്രിവെന്റിംഗ്. മാനേജ്മെന്റ് ഓഫ് സീ പൊല്യൂഷൻ ആണ് പ്രിൻസിപ്പിൾ 7. The state should reduce sea pollution by taking necessary steps to prevent substance hazardous to human health, marine life and legitimate uses of sea. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ വൈൽഡ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളുടെ മറൈൻ എക്കോസിസ്റ്റത്തിനെയും കൂടി പ്രിസർവ് ചെയ്യണം, അതിനെ കൺസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ, ഒരു പ്രിവെന്റീവ് പ്ലാൻ ആണ് ഡാമേജിങ് ഓഷ്യൻ പൊല്യൂഷൻ മസ്റ്റ് ബി പ്രിവെന്റഡ് എന്നുള്ളത് പറയുന്നത്. എട്ടാമത്തെ പ്രിൻസിപ്പിൾ ഡെവലപ്മെന്റ് ഈസ് നീഡഡ് ടു ഇംപ്രൂവ് ദി എൻവയോൺമെന്റ്. അതായത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റിനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. The improvement of social and economic condition is necessary for a better living and working environment. Environment should not affect the environment in any way. നമുക്ക് ഡെവലപ്മെന്റ് ആവശ്യമാണ് അല്ലെ? എന്താണ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ആവശ്യമാണ്. ഈ ഡെവലപ്മെന്റ് സാധ്യമാകുന്ന സമയത്ത് ഏതൊരു ഘട്ടത്തിലാണെങ്കിലും എൻവയോൺമെന്റിനെ ഹാംഫുൾ ആയി റിലേറ്റഡ് ആവരുത്, അതിനെ അഫക്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെവലപ്മെന്റിന്റെ പ്ലാൻ ആണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. 9th പ്രിൻസിപ്പിൾ ആണ് ഇവിടെ പറയുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസ് therefore നീഡ് അസിസ്റ്റൻസ്. 9th പ്രിൻസിപ്പിളിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണത്തോടെ ഓരോ കൺട്രീസിനെയും ഡെവലപ്പ് ചെയ്തുകൊണ്ട് വേണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു പ്ലാൻ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പ്ലാനുകൾ പറയുമ്പോൾ അത് എല്ലാ കൺട്രീസിനും ആപ്റ്റ് ആകുന്ന തരത്തിൽ വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 10th principle is developing countries need reasonable prices for export to carry out environmental management എന്നുള്ളതാണ്. 11th principle is environmental policies must not hamper development. അത് നേരത്തെ പറഞ്ഞു, നമുക്ക് ഇവിടെ എന്ത് വേണം, ഒരേ സമയം എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാൻസ് വേണം, ഡെവലപ്മെന്റ് വേണം. അപ്പം ഇത്തരത്തിലുള്ള എൻവയോൺമെന്റൽ പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതൊരിക്കലും ഡെവലപ്മെന്റിനെ ബ്രോക്ക് ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കരുത് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നതാണ് 11th പ്രിൻസിപ്പിൾ. 12th principle, developing countries need money to develop environmental safeguards എന്നുള്ളതാണ്. ഡെവലപ്പിംഗ് കൺട്രീസ് നീഡ്സ് മണി. അപ്പൊ ഡെവലപ്പിംഗ് കൺട്രീസിന് നമുക്ക് ആവശ്യമാണ് അല്ലെ, എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്ലാൻ ആണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന് ഈ പറയുന്ന പ്രകൃതിയെ ഹാംഫുൾ ആയി യൂസ് ചെയ്യാതെ വേണം നമ്മൾ ആക്ഷൻ പ്ലാനുകൾ സ്വീകരിക്കാനുള്ളത്. അപ്പം ഒരു എൻവയോൺമെന്റൽ പോളിസി മുന്നോട്ട് വെക്കുമ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഫണ്ടിങ് ഏജൻസികൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ്
12th പോയിന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി 13th പോയിന്റ്, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് പ്ലാനിങ് ഈസ് നീഡഡ്. എന്താണ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് പ്ലാനിങ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് റേഷണൽ മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് പ്ലാൻ ആണ് ആവശ്യമുള്ളത്. ഇത് ഒരു കോർഡിനേഷൻ ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ളതാണ് 13ാമത്തെ പ്രിൻസിപ്പിൾ. 14th പ്രിൻസിപ്പിൾ റേഷണൽ പ്ലാനിങ്ങിന് റിലേറ്റഡ് ആയിട്ടാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞതുമായി കണക്റ്റഡ് ആണ്. റേഷണൽ പ്ലാനിങ് ഷുഡ് റിസോൾവ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ എൻവോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് കൺസർവേഷൻസ് ആർ റീകൺസിൽഡ് വിത്ത് റേഷണൽ പ്ലാനിങ്. ഡെവലപ്മെന്റ് ആൻഡ് കൺസർവേഷൻ മസ്റ്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എന്നുള്ളതാണ്. അതായത് എന്താണ്, നമ്മൾ എൻവോൺമെന്റിനെ കൺസർവ് ചെയ്യുകയും വേണം, അതോടൊപ്പം തന്നെ ഡെവലപ്മെന്റിനെ മുന്നോട്ട് പോവുകയും വേണം. അത് രണ്ടും പരസ്പര ബന്ധിതമായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് 14th പ്രിൻസിപ്പിളിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് 15th പ്രിൻസിപ്പിൾ ആണ്. 15th പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹ്യൂമൻ സെറ്റിൽമെന്റ് ആൻഡ് അർബനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഹ്യൂമൻ സെറ്റിൽമെന്റ് മസ്റ്റ് ബി പ്ലാൻഡ് ടു എലിമിനേറ്റ് എൻവോൺമെന്റൽ പ്രോബ്ലംസ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പ്ലാൻഡ് സെറ്റിൽമെന്റും അതേപോലെ തന്നെ പ്ലാൻഡ് അർബനൈസേഷനുമാണ് ആവശ്യമുള്ളത്. നമുക്കറിയാം സെറ്റിൽമെന്റും അർബനൈസേഷനും ഒക്കെ പലപ്പോഴും അൺപ്ലാനിങ് ആയിട്ട് നടക്കുമ്പോഴാണ് അത് എൻവോൺമെന്റിനെ വേഴ്സ്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. സോ അത്തരം കണ്ടീഷൻസിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഹ്യൂമൻ സെറ്റിൽമെന്റും അതേപോലെ തന്നെ അർബനൈസേഷനും പ്ലാൻഡ് ആയി നടക്കണം എന്നുള്ളതാണ് 15ാമത്തെ പ്രിൻസിപ്പിളിൽ പറഞ്ഞിട്ടുള്ളത്. ദ ഗോൾ ഈസ് ടു സെക്യൂർ മാക്സിമം ബെനിഫിറ്റ് ഫോർ ഓൾ ത്രൂ പ്ലാനിങ്. ഓൾ ഡിസ്ക്രിമിനേറ്ററി പ്ലാൻസ് ആർ ഓൾസോ ബാർ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 16th പ്രിൻസിപ്പിൾ, ഗവൺമെന്റ് ഷുഡ് പ്ലാൻ ദെയർ ഓൺ അപ്രോപ്രിയേറ്റ് പോപ്പുലേഷൻ പോളിസി. അതായത് നമ്മൾ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഡെവലപ്മെന്റിന്റെ ആവശ്യം കൂടും. അതിനനുസരിച്ച് പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് എൻവോൺമെന്റിനെ നമ്മൾ ഹാംഫുൾ ആയിട്ട് അല്ലെ ഓവർ ഡിപ്പെൻഡിങ് ആവും. അത്തരത്തിൽ വരുമ്പോൾ ഓവർ ഡിപ്പെൻഡിങ് ഓഫ് എൻവോൺമെന്റ് നീഡ്സ് ടു എ വേഴ്സ്റ്റ് കണ്ടീഷൻ ഓർ ഡിപ്ലീഷൻ ഓഫ് ദി എൻവോൺമെന്റൽ റിസോഴ്സസ്. സോ ഓരോ ഗവൺമെന്റും അവരുടെ പോപ്പുലേഷൻ പോളിസീസിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതനുസരിച്ച് അതിനെ എൻവോൺമെന്റിനെയും ഡെവലപ്മെന്റിനെയും റിലേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ പ്ലാൻസ്, പോളിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17th പ്രിൻസിപ്പിൾ ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് പ്ലാൻ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റേറ്റ് നാച്ചുറൽ റിസോഴ്സസ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 11th പ്രിൻസിപ്പിൾ, അതായത് 17th പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ നാഷണൽ, അവിടെ ഒരു എന്താ പറയാ, സെറ്റിംഗ് അപ്പ് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ചില കാര്യങ്ങൾ ഈ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നടക്കുന്നത് തന്നെ നാഷണൽ ആയിട്ടുള്ള എൻവോൺമെന്റൽ ഇഷ്യൂസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ സെയിം ഇഷ്യൂസ് അഫക്റ്റ് ചെയ്യുന്ന രാജ്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു കോർഡിനേഷൻ ഒക്കെ ആവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ. 18th പ്രിൻസിപ്പിൾ ഈസ് സയൻസ് ആൻഡ് ടെക്നോളജി മസ്റ്റ് ബി യൂസ്ഡ് ടു ഇംപ്രൂവ് ദി എൻവോൺമെന്റ്. നമുക്കറിയാം അല്ലെ, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ആണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ ആക്ഷൻ പ്ലാനിലാണ് വരുന്നത്. അതായത് അപ്ലിക്കേഷൻ ഓഫ് സയൻസ് എൻവോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. ഡെവലപ്മെന്റിന് എപ്പോഴും അപ്ഡേഷൻസ് ആവശ്യമാണ്. ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ളത് എന്താണ്? സയൻസ് പ്രോഗ്രസ് ആണ്. ആ പ്രോഗ്രസിനെ സയൻസ് ആൻഡ് ടെക്നോളജി അപ്ലിക്കബിൾ ആക്കി കഴിഞ്ഞാൽ അത് ഒരേ സമയം ഡെവലപ്മെന്റിലും അതേപോലെ തന്നെ എൻവോൺമെന്റ് കൺസർവേഷനും സഹായിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവ സൊല്യൂഷനിലേക്ക്, അതായത് എൻവോൺമെന്റൽ ഇഷ്യൂസിന്റെ സൊല്യൂഷനിലേക്ക് സയൻസിനെ ഇൻക്ലൂഡ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത പ്രിൻസിപ്പിൾ വരുന്നത് എന്താണ്? എൻവോൺമെന്റൽ എഡ്യൂക്കേഷൻ ഈസ് എസെൻഷ്യൽ എന്നുള്ളതാണ്. അപ്പൊ എൻവോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 20th പ്രിൻസിപ്പിൾ ഈസ് എൻവോൺമെന്റൽ റിസർച്ച് മസ്റ്റ് ബി പ്രൊമോട്ടഡ് പർട്ടിക്കുലർലി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. എൻവോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചിന് സ്റ്റഡീസിനും ഒക്കെ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നു. ഇനി 21st പ്രിൻസിപ്പിൾ എന്ന് സ്റ്റേറ്റ് മസ്റ്റ് എക്സ്പ്ലോയ്റ്റ് ദെയർ റിസോഴ്സ് ആസ് ദേ വിഷ് ബട്ട് മസ്റ്റ് നോട്ട് ഡേഞ്ചർ അതേഴ്സ്. അപ്പം ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള റിസോഴ്സിനെ യൂസ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്.
പക്ഷെ അതൊരിക്കലും വേഴ്സ്റ്റ് കണ്ടീഷനിലേക്ക് ആവരുത് എന്നുള്ളതാണ് പറയുന്നത്. 22ാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് കോമ്പൻസേഷൻ ഈസ് ഡ്യൂ ടു സ്റ്റേറ്റ്സ് ദസ് എൻഡേഞ്ചേർഡ് എന്നുള്ളതാണ്. 23rd ഓപ്ഷൻ പ്രിൻസിപ്പിൾ ഈസ് ഈച്ച് നേഷൻ മസ്റ്റ് എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ്. അതായത് ഇംപ്ലിമെന്റിംഗ് എ നാഷണൽ അജണ്ട റിലേറ്റഡ് ടു എൻവോൺമെന്റൽ കൺസർവേഷൻ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 24th പ്രിൻസിപ്പിൾ ഈസ് there must be a cooperation on international issues. ഇന്റർനാഷണൽ ആയി ഇവയ്ക്ക് ഒരു കോപ്പറേഷൻ വേണം എന്നുള്ളത്. അത് അങ്ങനെ അത്തരത്തിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഡിക്ലറേഷൻ ആണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ അതായത് ഒരു ഇന്റർനാഷണൽ ഏജൻസി അത് മൾട്ടിലാറ്ററും ബൈലാറ്ററുമായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. 25th ഇതേ കാര്യം തന്നെ കോർഡിനേഷൻ വിത്ത് നേഷൻസ് എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു പോളിസീസ് വന്നു കഴിഞ്ഞാൽ എൻവോൺമെന്റൽ പോളിസീസ് വന്നു കഴിഞ്ഞാൽ അവയ്ക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത് എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ നേഷൻസിന്റെയും ബാധ്യതയാണ് എന്നുള്ളതാണ്. 26th പോളിസി എന്ന് പറയുന്നത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ മസ്റ്റ് ബി എലിമിനേറ്റഡ് എന്നുള്ളതാണ്. അതായത് ബാൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് റിലേറ്റഡ് ആയിട്ടാണ് 26th പോളിസി വന്നിട്ടുള്ളത് എന്ന് ഓർക്കുക. അപ്പം നമ്മളുടെ അതായത് ഹ്യൂമൻ എൻവോൺമെന്റൽ ഇന്ററാക്ഷനെ അതുപോലെ തന്നെ ഡെവലപ്മെന്റിന്റെ ആവശ്യകതയും ഒന്നിച്ചു ചേർത്തിട്ടാണ് സ്റ്റോക്ക്ഹോം ഡിക്ലറേഷനിലെ 26 പ്രിൻസിപ്പിൾസും വന്നിട്ടുള്ളത്. പ്രിൻസിപ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മനുഷ്യരുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് എന്ന് ഓർക്കുക. അതിനുശേഷം വരുന്ന ഏതാനും പോളിസീസ് എൻവോൺമെന്റിന്റെ ഹ്യൂമൻ എൻവോൺമെന്റൽ ഇന്ററാക്ഷനെ റിലേറ്റ് ചെയ്തിട്ടും അതിനുശേഷം ഡെവലപ്മെന്റ് എങ്ങനെയാണ് എൻവോൺമെന്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് അതിന്റെ പ്രിവെന്റീവ് പ്ലാൻസിനെയും നിർത്തിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയുമുള്ള ഈ പ്രിൻസിപ്പിൾ 26 പ്രിൻസിപ്പിൾസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവയെ മാഗ്ന കാർട്ട ഓഫ് ദി ഹ്യൂമൻ എൻവോൺമെന്റ് എന്നാണ് പറയുന്നത് എന്നും ഓർത്തു വെക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഈസ് എഫക്ട്സ് ഓൺ സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ എന്നുള്ളതാണ്. ഈ പ്രിൻസിപ്പിൾസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് ഈ ഡിക്ലറേഷൻ പല ടൈപ്പ്, അതായത് ഹ്യൂമൻ സെൻട്രിക്, അതേപോലെ തന്നെ ഡെവലപ്മെന്റ് സെൻട്രിക്, ഓൾസോ റിഫ്ലക്ഷൻ ഓൺ കസ്റ്റമർലി ഇന്റർനാഷണൽ ലോ ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻസ് എന്നിങ്ങനെ 4 കാറ്റഗറൈസ്ഡ് ആയിട്ട് തരംതിരിക്കാൻ പറ്റും. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയി സ്റ്റോക്ക്ഹോം ഡിക്ലറേഷന്റെ പോളിസീസ് 2nd, 3rd, 4th, 5th and 13 and 14 ആണ്. ഹ്യൂമൻ സെൻട്രിക് ആയി വരുന്നതാണ് പ്രിൻസിപ്പിൾ 1 and 15 എന്നുള്ളതും ഓർക്കുക. അപ്പൊ ഈ ഒരു കൺവെൻഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് it is a basic declaration containing a set of common principles to aid the people in protecting and conserving the environment. അതായത് എല്ലാ ആൾക്കാരിലേക്കും എത്തുന്ന തരത്തിലുള്ള ചില കൺസർവിംഗ് പ്ലാനുകളെ മുൻനിർത്തിയിട്ടാണ് വന്നിട്ടുള്ളത്. എ ഡീറ്റെയിൽഡ് റെസൊല്യൂഷൻ ഫോർ ഫിനാൻഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് ഓഫ് എൻവോൺമെന്റൽ പ്രൊട്ടക്ഷൻ. അപ്പൊ സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ആണ്. എന്തൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് ഫോർ എൻവോൺമെന്റൽ പ്രൊട്ടക്ഷൻ. അതുവരെ എൻവോൺമെന്റൽ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സഹകരണ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റോക്ക്ഹോം ഡിക്ലറേഷന്റെ പ്രിൻസിപ്പിൾസിലൂടെയാണ് ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ, അതിന്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ വരുന്നത് എന്ന് ഓർക്കുക. ഇതൊക്കെ സ്റ്റോക്ക്ഹോം ഡിക്ലറേഷന്റെ എഫക്റ്റ് ആയിട്ട് പറയുന്നതാണ്. ആൻഡ് the action plan containing but not and recommendation, this aims to identify and quantify the environmental problems, warn about the crisis, to adopt supporting measures by establishing an earth watch. അതായത് എർത്ത് വാച്ച് എന്നൊരു കൺസെപ്റ്റിനെ അവതരിപ്പിച്ചുകൊണ്ട് ഭൂമിയെ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കാണുക അല്ലെങ്കിൽ പരിശോധിക്കുക, മോണിറ്റർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്യുക, അവയെ കൗണ്ടബിൾ ചെയ്ത് അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലേക്ക്, ക്രൈസിസിലേക്ക് എത്തുന്നതിന് മുന്നേ സപ്പോർട്ടിംഗ് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രിവെന്റീവ് ആക്ഷൻ പ്ലാനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ സ്റ്റോക്ക്ഹോം ഡിക്ലറേഷന്റെ എഫക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ എഫക്റ്റുകളെ എല്ലാം സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് വന്നിട്ടുള്ള 26 പ്ലാൻസ് നമ്മൾ പറഞ്ഞു. ഇത് കൂടാതെ ഇവയുടെ റിസൾട്ട് എന്തൊക്കെയായിരുന്നു എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെ? എന്തൊക്കെയായിരുന്നു ഇവയുടെ റിസൾട്ട് ആയിട്ട് വന്നിട്ടുള്ളത്?
Stockholm Convention paved the way for other international conventions on the preservation of the environment. അതായത് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ആണ് ഒരു വഴിത്തിരിവായത് എന്തിന് എൻവോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എൻവോൺമെന്റ് കൺസർവേഷനെയും പ്രിസർവേഷനെയും ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ഏതാനും ഇന്റർനാഷണൽ കൺവെൻഷനിലേക്ക് അവയുടെയൊക്കെ ഒരു വഴിത്തിരിവായിട്ടുള്ളത് ഈ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇവയുടെ റിസൾട്ട് ആയിട്ടാണ് UNEP എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. UNEPയുടെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻ എൻവോൺമെന്റൽ പ്രോഗ്രാം എന്നുള്ളതാണ്. 1972 ഈ ഒരു പദ്ധതി വരുന്നത്. യുണൈറ്റഡ് നേഷൻ എൻവോൺമെന്റൽ പ്രോഗ്രാം ഓർ UNEPയുടെ പ്രധാന എയിം എന്തായിരുന്നു? നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ, ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ്. UNEP എന്ന് പറയുന്നത് the global authority for the environment and UNEP എന്ന് പറയുമ്പോൾ the global authority for the environment with program focusing on climate, nature, pollution and sustainable development and more എന്നുള്ളതാണ്. അതായത് ഒരു ഗ്ലോബൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. എന്തിനെയെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന? ക്ലൈമറ്റ്, കാലാവസ്ഥ റിലേറ്റഡ് ആയി, നേച്ചർ, പ്രകൃതി, പൊല്യൂഷൻ റിലേറ്റഡ് ആയി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ ഒക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഗ്ലോബൽ ഏജൻസിയാണ്. അപ്പം ഐക്യരാഷ്ട്ര സംഘടനയുടെ യുഎന്നിന്റെ ഒരു പരിസ്ഥിതി സംഘടന എന്നറിയപ്പെടുന്ന UNEP ആണ്. ഇവയുടെ ഈ എസ്റ്റാബ്ലിഷ്മെന്റിന് കാരണമായത് എന്താണ്? സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ആണ് എന്ന് ഓർത്തുവെക്കാം. 1972 ഈ ഒരു ഓർഗനൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി മറ്റൊന്ന് സൈറ്റ്സ് എന്നുള്ളതാണ്. സൈറ്റ്സ് എന്നാൽ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ലൈഫ്, ഫോണ ആൻഡ് ഫ്ലോറ എന്നുള്ളതാണ്. അതായത് വംശനാശം സംഭവിക്കുന്ന ചെടികളെയും മൃഗങ്ങളെയും ഒക്കെയുള്ള അവയുടെ ഒക്കെ കൺവെൻഷന് വേണ്ടി നടന്നിട്ടുള്ള ഒരു ഇന്റർനാഷണൽ പ്ലാൻ ആണ് സൈറ്റ്സ് എന്നുള്ളത്. 1973 ഈ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്തിന്റെ റിസൾട്ട് ആയിട്ടാണ്? സ്റ്റോക്ക്ഹോം ഡിക്ലറേഷന്റെ റിസൾട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദ സെയിം ലൈൻ India passed the Air Prevention and Control of Pollution Act 1981, the Water Prevention and Control of Pollution Act 1974 and Forest Conservation Act 1980. ഇവയെല്ലാം തന്നെ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ റിലേറ്റഡ് ആയി അതിന്റെ എഫക്റ്റ് വേൾഡ് വ്യാപകമായി വന്നതാണ്. ഇന്ത്യയിൽ സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ എഫക്റ്റ് ആയി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇതാണ്. എന്തൊക്കെയാണ്? എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 എന്നിവ അത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇന്റർനാഷണൽ ആയിട്ടുള്ള കൺവെൻഷൻ ആണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസും അവയുടെ എഫക്റ്റ് എങ്ങനെയാണ് വേൾഡ് വ്യാപകമായി പ്രതിഫലിച്ചത് എന്നുള്ളതുമൊക്കെയാണ് ഈ ഒരു ക്ലാസ് ചർച്ച ചെയ്തിട്ടുള്ളത്. നെറ്റ് പരീക്ഷയ്ക്ക് എൻവയോൺമെന്റൽ കൺവെൻഷൻസ് വളരെ പ്രധാനപ്പെട്ടതായിരിക്കെ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഇന്റർനാഷണലി നടന്നിട്ടുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്ന ഫസ്റ്റ് കൺവെൻഷൻ ആണ്. സോ അത്തരത്തിൽ വന്നിട്ടുള്ള ഈ ഒരു കൺവെൻഷനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്നും എന്തിനെല്ലാം റിലേറ്റഡ് ആയിട്ടാണ് സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ വന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയായിരുന്നു, റിസൾട്ട് എന്തൊക്കെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.